എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊരു പോസ്റ്റ് വായിക്കാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോസ്റ്റാണ്. അതിങ്ങനെയാണ്: 90 ദിവസമാണ് ആ മനുഷ്യൻ പൊടിയിലും വെയിലിലും മരുഭൂമിയിൽ കഷ്ടപ്പെട്ടത്. അതിന് അദ്ദേഹത്തിന് കിട്ടിയില്ലേ അത് രാഷ്ട്രീയ കളിയായിരിക്കും. വാലിബൻ ഡിസേർവ്ഡ് എന്നാണ്. സുഹൃത്തുക്കളെ, ഫാൻ ഫൈറ്റ് തുടങ്ങിയിരിക്കുന്നു. ഈ ഫാൻ ഫൈറ്റിന് കാരണമായിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞുതരാം. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ എഴുതിയത് എന്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. മോഹൻലാലിന്റെ വാലിബ് എന്ന് പറയുന്ന പടം ഉണ്ടായിരുന്നു. ആ ഒരു വാലിബ് എന്ന് പറയുന്ന പടം ആ ചെങ്ങാതി ആദ്യമായിട്ടൊരു പരീക്ഷണ സിനിമയായിട്ട് അത്തരത്തിൽ പരീക്ഷണ സിനിമകൾ മാത്രം എടുക്കുന്ന ഒരു ചെങ്ങാതിക്ക് തലവെച്ചു കൊടുത്തതാണ്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ നൻപകൽ നേരത്ത് മയക്കം പോലെയുള്ള അതിഗംഭീരമായിട്ടുള്ള സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ പക്ക ഫ്ലോപ്പായിരുന്നു. ആ സിനിമ മുഴുവൻ സമയം നമുക്ക് കണ്ടിരിക്കുക എന്ന് പറയുന്നത് അയ്യോ ഉറങ്ങിപ്പോവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മോഹൻലാൽ ആരാധകരാണ്ട് ക്ഷമിച്ചേക്കുക ഉള്ള കാര്യം തന്നെ പറയുന്നത്. ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പാടാണ്. എന്നാൽ അതിൽ കൃത്യമായിട്ടുള്ള എഡിറ്റിംഗ് ആവശ്യമുള്ള സമയത്തെല്ലാം ഒരുപാട് എഡിറ്റ് ചെയ്ത് ദൂരെ കളയാനുള്ള ഒരുപാട് സീൻസ് ഉണ്ട്. അത്ര സീനുകളെല്ലാം കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റപ്പെട്ടിരുന്നെങ്കിൽ സുഹൃത്തുക്കളെ, അതൊരു തട്ടുപൊളിപ്പൻ പടം തന്നെയാകുമായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഫാൻ ഫൈറ്റ് എന്ന് പറയാൻ കാരണം ഇന്ന് 27-ാം തീയതി, ഞാനിത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 27-ാം തീയതിയാണ്. 28, 29, 30 ഈ മാസം 30-ന് ഒരു അത്ഭുതം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അത്ഭുതം എന്ന് പറയണ്ട എങ്കിലും അതൊരു വളരെ സിനിമ ആസ്വാദകർ മുഴുവൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. എന്തുകൊണ്ടാണ് ആ ആകാംക്ഷയോടെ ആ ഒരു 30-ാം തീയതി കാത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ നിന്ന് ഒരു മനുഷ്യനെ നമ്മുടെ കേരള ഗവൺമെന്റ് ക്ഷണിച്ചിങ്ങോട്ട് വരുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു 130ഓളം സിനിമകൾ ഒന്ന് കണ്ട് ആ സിനിമകളിലെ ഏറ്റവും നല്ല നടൻ ഏതാണ്, ഏറ്റവും നല്ല നടി ഏതാണ്, ഏറ്റവും ഗംഭീര സിനിമ ഏതാണ് എന്നൊക്കെ പറയാനുള്ള ഒരു അവസരം തമിഴ്നാട്ടിലെ ഒരു നടന് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗംഭീര ചെങ്ങാതിയാണ് കേട്ടോ, പ്രകാശ് രാജ് എന്ന് പറയും. ആ ചെങ്ങാതിയാണ് ഇത്തവണ നമ്മുടെ ഈ ഒരു സിനിമയിലെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നിർണയ കമ്മിറ്റിയിലെ ചെയർമാനായിട്ട് വഹിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു നല്ല ഡിസേർവിംഗ് തീരുമാനം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ തെരഞ്ഞെടുക്കുന്ന നടീ നടന്മാരും ഒരുപക്ഷെ ദ ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് വലിയ സംശയമൊന്നും വേണ്ട കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തില് ഫാൻ ഫൈറ്റ് നടക്കുന്നത്. 2 പേര് തമ്മിലാണ് നമ്മുടെ കേരളത്തില് ഏറെ കാലമായിട്ട് ഫാൻ ഫൈറ്റ് നടന്നിട്ടുള്ളത്. അത് 2 പേരുടെയും പേര് തുടങ്ങുന്നത് മാ എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. മമ്മൂട്ടിയും മോഹൻലാലും. എന്റെ പൊന്നു സുഹൃത്തു, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 2 പേർക്കും ഈ ഒരു 2025-ലെ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പോലും ആരാധകര് ഇയാൾക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് വേണ്ടി തല്ലുകൂടുന്നു എന്നുള്ളതാണ്. മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരുവൻ എഴുതിയ ഒരു പോസ്റ്റാണ് ഞാൻ തുടക്കത്തിൽ വായിച്ചത്. 90 ദിവസമാണ് ആ മനുഷ്യൻ പൊടിയിലും വെയിലിലും മരുഭൂമിയിൽ കഷ്ടപ്പെട്ടത്. അങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടണമെന്നാണ് ഒരു പാവം മോഹൻലാൽ ആരാധകൻ എഴുതി വെച്ചിരിക്കുന്നത്. 90 ദിവസം പൊടിയിലും മണ്ണിലും കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കഷ്ടപ്പെടാന്നേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമോ? ഇല്ല. അതിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ മാത്രം അർഹത അതിനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും, അതിന് മാത്രം ഒരു അഭിനയ സംഗതികളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഹൻലാൽ തന്നെ അവാർഡ് കിട്ടണം. എന്നാൽ അതേ സമയം തന്നെ വേറൊരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 30 ദിവസം മനയിലിരുന്ന മമ്മൂട്ടി മാത്രമല്ല, വെയിലും പൊടിയും കൊണ്ട മോഹൻലാലിന് സ്റ്റേറ്റ് അവാർഡിന് അർഹനാണ്. അതായത് 30 ദിവസത്തോളാണ് ഇത്ര മനയില് എന്നാണ് മമ്മൂക്കി ഇരുന്നത്. അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായ സിനിമ മനസ്സിലായിട്ടുണ്ടാവും. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിലൊരു പരീക്ഷണ സിനിമയായിരുന്നു. മലയാളത്തിൽ അങ്ങനെ എല്ലാ കാലവും ഓരോ പരീക്ഷണ സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്താറുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു പരീക്ഷണ സിനിമയായിരുന്നു ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത സിനിമ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് പല ആളുകൾക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. എന്താ അവന്മാർ ചെയ്യാൻ പോകുന്നത്? ഏറ്റവും ഗംഭീര കളറില്, ഏറ്റവും നല്ല നിറങ്ങളില് അടിപൊളി ഒരു പ്രേത സിനിമ നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഈ ഒരു സമയത്ത് ഇവന്മാരെന്തിനാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുക്കുന്നത് എന്നൊക്കെയായിരുന്നു പല ആൾക്കാരും ചിന്തിച്ചത്. പക്ഷേ അതിന് സംവിധായകൻ ഒരു രക്ഷയില്ലാത്ത സംവിധായകനാണ്. ഇപ്പോഴതാ മോഹൻലാലിന്റെ മകനെ വെച്ചൊരു പുതിയ ഹൊറർ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ആ ചെങ്ങാതി ഈ ഒരു സിനിമ ഇറക്കി എന്നുള്ളതാണ്. ഇറക്കുക മാത്രമല്ല, അത് ആളുകളൊക്കെ കേറി കണ്ട് വിജയിപ്പിച്ചു. ബ്രഹ്മയുഗം ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ജീവിത അല്ലെങ്കിൽ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ്. എടുത്തു മാറ്റി വെക്കാവുന്ന ഒരു സിനിമയാണ്. ഒരുപക്ഷെ
ഏറെക്കാലത്തിന് ശേഷവും നമ്മുടെ മലയാള സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഭ്രമയുഗം. ഒരു തരത്തിൽ ഇങ്ങനെ ആയിരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള സമയത്തും കളർ സിനിമയുള്ള സമയത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വായ് എന്ന പേരിലായിരിക്കും. എന്തിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ ഇറക്കണം എന്ന പേരിലായിരിക്കും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തില് നമ്മൾ സംസാരിക്കേണ്ടത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പരകായ പ്രവേശങ്ങളാണ്, അഭിനയങ്ങളാണ്. മമ്മൂക്കയെ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് മലൈക്കോട്ട വാലിബനിലേക്ക് കടക്കാം. മലൈക്കോട്ട വാലിബൻ എനിക്ക് അഭിനയം കൊണ്ടൊക്കെ ഒരു പക്ഷേ ഇഷ്ടമാകേണ്ടിയിരുന്ന സിനിമയാണ്. പക്ഷെ ഇദ്ദേഹം ഇപ്പുറത്തുള്ളത് കൊണ്ട് എനിക്ക് ആ മലൈക്കോട്ട വാലിബൻ തകർന്നു പോയി. നോക്കൂ, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് ഒരു ചാത്തനായിട്ടാണ്. ചാത്തന്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ മാറുക എന്ന് പറയാൻ പറ്റില്ല. സഡനായിട്ടാണ് മാറുക. പാട്ടുപാടാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു ഭാവത്തിലേക്ക് ആ ചെങ്ങാതിയാണ് മാറിക്കളയും. അതില് തുടക്കത്തിൽ മുറുക്കുന്ന ചില രംഗങ്ങളുണ്ട്. അതില് ഒരു ചിക്കൻ കഴിക്കുന്ന ഒരു രംഗമുണ്ട്. പിന്നീട് വളരെ പെട്ടെന്ന് യങ്ങായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്ന ഒരു അനുഭവം കൂടി നമുക്കതിൽ കാണിച്ചു തരുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. ഞാൻ പറയുന്നത് ഈ 10-74 വയസ്സിലും ഈ ചെങ്ങാതി ഈ വേഷങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഈ 74 വയസ്സിലൊക്കെ നമ്മുടെ നാട്ടിലെ പല ആൾക്കാർ വെറുതെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ചടഞ്ഞിരിക്കാൻ നോക്കുന്ന സമയത്ത് ഈ ചെങ്ങാതി കണ്ട ലോകത്ത് മുഴുവൻ നടന്നിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കാൻ പോവുകയാണ്. ഞാൻ പോകട്ടെ, ക്യാമറ എന്നെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് പോയ മനുഷ്യനാണ്. ആ ചെങ്ങാതി അടക്കമുള്ള ആ ചെങ്ങാതി അഭിനയിച്ച സിനിമ അടക്കം ഇത്തവണ നമ്മുടെ ഈ അവാർഡ് കമ്മിറ്റിയുടെ മുമ്പിലുണ്ട്. സുഹൃത്തുക്കളെ, എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ്, ആർക്കായിരിക്കും നിങ്ങൾ കിട്ടുക? ഞാൻ എന്തായാലും തീർച്ചയായിട്ടും 100% അത് മമ്മൂക്കയ്ക്കാണ് അവാർഡ് അർഹതയുള്ളതെന്ന് പറയും. കാരണം അതൊരു വ്യത്യസ്തമായ ഒരു ഫേസ്, വ്യത്യസ്തമായ ഒരു അഭിനയ രീതി, വ്യത്യസ്തമായ ഒരു അനുഭവം മലയാളികൾക്ക് തന്നത് ഭ്രമയുഗമാണ്, മലൈക്കോട്ട വാലിബനല്ല. എന്നാൽ നടിമാരിലേക്ക് അടക്കുമ്പോൾ നമ്മുടെ മെയിൻ ശ്രേണിയിലുള്ള പല നടിമാരെയും അവഗണിക്കേണ്ടി വരും കേട്ടോ. അതിനപ്പുറത്തേക്കൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് എത്താത്ത കനി കുസൃതി പോലെയുള്ള നടിമാരൊക്കെ ആയിരിക്കും നല്ല അവാർഡ് കിട്ടുക എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്നാൽ അതേസമയം മെയിൻ നടന്മാരിലേക്ക് എത്തുമ്പോൾ ഈ 2 പേരാ കൂടാതെ വേറെ ആര് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുക ഒരുപക്ഷെ വിജയരാഘവൻ ചേട്ടനാണ്, പിന്നെ ആസിഫ് അലിയാണ്. ഇങ്ങനെ എൻ്റെ മനസ്സിൽ കുറെ ലിസ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ ചെയർമാൻ ആയിരുന്നുവെങ്കിൽ എൻ്റെ ഇഷ്ടം പരിഗണിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് നല്ല ആ ഒരു അഭിനയ മുഹൂർത്തം നമുക്ക് നൽകുക, നമ്മളെ സന്തോഷിപ്പിക്കുക, ഏതെങ്കിലും തരത്തിൽ സന്തോഷിപ്പിക്കുക, ഭയപ്പെടുത്തിയിട്ടോ കരയിപ്പിച്ചുകൊണ്ടോ ചിരിപ്പിച്ചുകൊണ്ടോ വേദനകൾ ആക്കിക്കൊണ്ടോ സന്തോഷിപ്പിക്കുന്ന ഏത് അഭിനയ മുഹൂർത്തമാണ് ഉള്ളതെന്നായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നോ ഡൗട്ട് അത് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ അടുത്ത് വിക്രമിന്റെ മകൻ പോലും മലയാളത്തിലെ ഈ അടുത്ത് കണ്ട സിനിമകൾ പറയുമ്പോൾ അതൊന്ന് ഭ്രമയുഗമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, പരീക്ഷണം, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തകർത്ത് അഭിനയിച്ച സിനിമ. അഭിനയത്തിനാണ് അവാർഡ് കൊടുക്കുന്നതെങ്കിൽ അത് മമ്മൂക്കയ്ക്ക്, അതല്ല മണലിലാണ് കിടന്നത് തന്നെ അവാർഡ് കൊടുത്തതെങ്കിൽ അത് മോഹൻലാലിന്. ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെയോ? ബൈ.